നമസ്കാരം, അനീഷാണേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് പുത്തൻകുരിശിലാണ്. അപ്പോൾ പുത്തൻകുരിശ് വന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും കിട്ടുന്ന ഒരു എൻക്വയറിയാണ് ചെറിയ ബജറ്റ് സെഗ്മെൻറ്റിലുള്ള, അതായത് ഒരു 60-70 ലക്ഷം രൂപയുടെ വില്ലകൾ ഉണ്ടോ എന്നുള്ളത്. ഇൻഡിപെൻഡൻറ്റ് ഹൗസസ് അല്ല, വില്ലാസാണ് ചോദിക്കുന്നത്. അപ്പം വില്ലാസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫ്ലാറ്റിൻ്റെ അമ്യൂണിറ്റീസ്, കാര്യങ്ങൾ, സെക്യൂരിറ്റി എല്ലാം നമുക്കിവിടെ ലഭിക്കും. പക്ഷേങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രൈവസി നമുക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ലെവൽ 100 ബിൽഡേഴ്സിൻ്റെ എക്കോ1 എന്ന് പറയുന്ന പ്രൊജക്റ്റാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് വരുന്നത് പുത്തൻകുരിശിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാറിയാണ്. ഈ താഴെ കാണുന്ന ആ ഒരു ഗാർഡൻ ഏരിയ കണ്ടോ, അതൊന്ന് റെനോവേറ്റ് ചെയ്ത് റീസ്ട്രക്ചർ ചെയ്ത് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഈ പ്രൊജക്റ്റിൻ്റെ അമ്യൂണിറ്റീസ്, ക്ലബ് ഹൗസ്, ജിമ്മ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പ്ലോട്ട് മാത്രമാണ് ഇവിടെ ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു വില്ലയും നമുക്ക് സെയിലിനുള്ളതാണ്. മൊത്തത്തിൽ ഇതിനകത്ത് ഏകദേശം ഒരു 8 യൂണിറ്റുകളാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇനിയുള്ളത് ഒരു പ്ലോട്ടും അതുപോലെ തന്നെ ഒരു വില്ലയുമാണ്. ഇതിനകത്ത് ഒരു 3-4 ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്ക് താല്പര്യമുള്ള ഏത് ഡിസൈൻ, അതായത് വില്ല പ്രൊജക്റ്റ് ആകുമ്പം എലിവേഷൻ എല്ലാം കോമൺ ആയിരിക്കണം എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ ഇൻറ്റീരിയർ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ കൂടി നമുക്കിവിടെ ഉണ്ട്. ഏതായാലും നമുക്ക് വില്ലയുടെ ഉൾവശം കൂടി ഒന്ന് കാണാം. ഇത് ഏകദേശം 1400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വില്ലയാണ്. സ്ട്രക്ചർ എല്ലാം ചെയ്തിട്ടുണ്ട്, ബാക്കി പണികളെല്ലാം കിടക്കുകയാണ്. അപ്പം താഴെ ഒരു ബെഡ്റൂം, അതുപോലെ തന്നെ കിച്ചൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നു. മുകളിലേക്ക് സ്റ്റെയർ കേസൊക്കെ നമുക്ക് കാണാം. ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് കിച്ചൺ ഏരിയ വരുന്നത്. കിച്ചണിലെല്ലാം വലിയ വിൻഡോ സ്പേസസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ ഒരു ബെഡ്റൂമും കൂടെ വരും. ഈ കാണുന്നതാണ് ഇതിൻ്റെ ടെറസ് ഏരിയ എന്ന് പറയുന്നത്. ചെറിയൊരു ഏരിയ ആണ്, നമുക്ക് ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വില്ല ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഫ്രണ്ട് വ്യൂയിങ് ആയിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ബാത്റൂമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു വില്ലയാണ്. അപ്പം ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 70 lakhs അടുത്താണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആദ്യം കാണിച്ച വഴി കൂടാതെ ഇങ്ങനെ ഒരു വഴിയും കൂടെ ഈ ഒരു പ്രൊജക്റ്റിലേക്കുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വില്ലകൾ നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ.